ഇനി നമ്മുടെ വീട്ടിൽ വരുന്ന ചില വേറെ ആളുകളുണ്ട്, RSS BJP-കാര്. ഞാൻ എന്റെ പരസ്യമായിട്ട് ഞാൻ എന്റെ FB-യിൽ കുറിച്ചിട്ടു. ഞാൻ താമസിക്കുന്നതിന്റെ കുറെ അകലങ്ങളിൽ എന്റെ നല്ലവരായ ഹിന്ദു സഹോദരങ്ങളുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ അവരുടെ വീട്ടിൽ എന്ത് ഭക്ഷണം ഉണ്ടെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് തരുന്ന, ഇപ്പോഴും കാണുമ്പോൾ സ്നേഹത്തോടെ ഇടപെടുന്ന ഒരുപാട് നല്ല ഹിന്ദുക്കളായ സഹോദരങ്ങളുണ്ട്. അവര് ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ ഞാൻ പറഞ്ഞു, പരസ്യമായിട്ട് ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, പലരും ആ പ്രസംഗം കേട്ട് കാണും. എന്റെ FB-യിൽ ഞാൻ കുറിച്ചിട്ടു, എന്റെ പേജിൽ ഞാൻ കുറിച്ചിട്ടു. എന്താ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ടവരെ തന്നെ ആയിരിക്കണം നിങ്ങളും പറയേണ്ടത്. ഞങ്ങളുടെ വീട്ടിൽ ഹിന്ദുക്കൾക്ക് വരാം, ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാമ്പാർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഭാരം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താണോ അത് ഞങ്ങൾ പാകം ചെയ്തു തരും. 3 ദിവസം വരെ അതിഥി സൽക്കാരം അത് നടത്തണം, ഞങ്ങളുടെ ഇസ്ലാം പഠിപ്പിച്ചതാണ്. പക്ഷേ ഒരു RSS-കാരനും വീട്ടിൽ വരണ്ട. എന്തിന്? നമ്മുടെ വീട്ടിൽ വരുന്ന പ്രാവിന് നമ്മൾ അരിയിട്ട് കൊടുക്കും. അത് സ്നേഹത്തിന്റെ അടയാളമാണ്. സമാധാനത്തിന്റെ പ്രാവ് പറത്തൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പോലും ഈ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രാവ് പറത്തി സമാധാനത്തിന്റെ സന്ദേശം അറിയിച്ചിട്ടുണ്ട്. സമാധാനത്തിന്റെ സന്ദേശമാണ് പ്രാവ് പറത്തൽ. ആ പ്രാവിന് അരിയിട്ട് കൊടുക്കുന്നത് നമുക്കൊക്കെ വലിയ താല്പര്യമാണ്. പക്ഷെ മൂക്കം പാമ്പ് വീട്ടിലേക്ക് ഇഴഞ്ഞു വന്നാൽ അതിന് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പാല് ചൂടാക്കിയിട്ട് ഇന്നുവരെ ഏതെങ്കിലും ഒരാൾ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ കൊടുക്കുമോ? ഒരിക്കലുമില്ല. അത്ര നമ്മൾ പറഞ്ഞുള്ളൂ. സമാധാനത്തിന്റെ സന്ദേശവാഹകരായ ഹിന്ദുക്കൾ ഞങ്ങളെ വീട്ടിൽ വന്നാൽ ഞങ്ങൾ അരിയിട്ട് തരും, അഥവാ നിങ്ങൾക്ക് വേണ്ട സൗകര്യം ഞങ്ങൾ ഒരുക്കി തരും. പക്ഷെ മൂർഖം പാമ്പിനേക്കാൾ വിഷമുള്ള വർഗീയവാദികളായ സവർണ സവർഗ ഫാസിസ്റ്റ് നാസിസ്റ്റ് ദുർഭൂത ദുർഗുണ പ്രതിലോമ പിന്തിരിപ്പൻ ശക്തികളായ രാഷ്ട്രീയ സ്വയം സേവകർ ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ ഞങ്ങൾക്ക് പ്രവേശനം നിങ്ങൾക്ക് തരാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം ഞങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങളായിട്ടില്ല. അത്ര തന്നെ. ഞങ്ങളെ പഠിപ്പിക്കാൻ ഇവിടെ ഉസ്താദുമാരുണ്ട്, ഇവിടെ മഹല്ല് സംവിധാനങ്ങളുണ്ട്, ഇവിടുത്തെ മതേതരത്തെ പാർട്ടികളുടെ നേതാക്കന്മാരുണ്ട്. അവര് ഞങ്ങളെ പഠിപ്പിച്ചോട്ടെ, അവര് വന്നോട്ടെ, ഞങ്ങൾക്ക് വിശദീകരണം തരട്ടെ. നിങ്ങളെ ഞങ്ങളെ പഠിപ്പിക്കണ്ട. നിങ്ങൾ എന്താ പഠിപ്പിക്കുന്നത് ഞങ്ങൾക്കറിയാം. ഉത്തർപ്രദേശിൽ യോഗി എന്ന ഭോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിലെ പാവപ്പെട്ട 82 വയസ്സുകാരനായ ഒരു മതപണ്ഡിതനെ അവരുടെ കോളേജിൽ നിന്ന് കുട്ടികളുടെ മുമ്പിൽ നിന്ന് പിടിച്ചിറക്കിയിട്ട് അവിടെ കൊണ്ടുപോയി ക്രൂരമായി തല്ലിച്ചതച്ചിട്ട് കൈയും കാലും പല്ലി ഒടിച്ചിട്ട് ഈ ഡൽഹിയും UP-യും കണ്ട, ലോകം കണ്ട 100 വർഷത്തിനിപ്പുറം, ഒരു നൂറ്റാണ്ടിനിപ്പുറം ഏറ്റവും വലിയ രണ്ടാമത്തെ ശൈത്യമാണ് ഡൽഹിയിലും UP-യിലും ഒക്കെ ഇപ്പൊ ഉള്ളത്, കശ്മീരിലുമുള്ളത്. ആ UP-യിൽ പച്ചപ്പറയിൽ തണുത്ത തറയിൽ ഇരുത്തിയിരുന്നു, അടിച്ചൊടിച്ച് കൈകാലുകൾ തല്ലിച്ചതച്ചിട്ട്. എന്നിട്ട് എന്താ ചെയ്തെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഈ പറയുന്ന ഈ പണ്ഡിതനെ കൊണ്ടുപോയി, ആ പണ്ഡിതൻ ഷിയ വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതനാണ്. ആ ഷിയ വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതൻ നേതൃത്വം നൽകുന്ന, പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയാണ് ഷിയ വിഭാഗം. ഷിയ വിഭാഗത്തിൽപ്പെട്ടയാളാണ് കേന്ദ്രമന്ത്രിയായ അബ്ബാസ് നഖ്വി. അബ്ബാസ് നഖ്വി ഉടനെ യോഗി ആദിത്യനാഥിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ആളാണ്, നമ്മുടെ ആളാണ്, വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ വീട്ടുകാർ ഓടിയിട്ട് തന്റെ പ്രിയപ്പെട്ട പിതാവിനെ വിളിക്കുന്നതിന് വേണ്ടിയിട്ട് ജയിലിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ, പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ച, പാറാവുകാരൻ വന്നിട്ട് ചോദിക്കാണ്, നിങ്ങൾ തുണി കൊണ്ടുവന്നിട്ടുണ്ടോ? അവർ അത്ഭുതപ്പെട്ടു പോയി, ഇനി മരിച്ചിട്ടുണ്ടാവുമോ എന്ന്. ഇല്ല, മരിച്ചിട്ടൊന്നുമില്ല. കേന്ദ്രമന്ത്രി വിളിച്ചു പറഞ്ഞതല്ലേ, ഞങ്ങൾക്ക് വിടാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തുണി ഉണ്ടോ എന്ന് ചോദിച്ചു. ആ തുണി കൊണ്ട് കൊടുത്തപ്പോൾ ആ തുണി പാവപ്പെട്ട ആ പണ്ഡിതൻ ഉടുക്കാൻ കൊടുക്കുകയാണ്. ഞങ്ങൾ ആശയപരമായിട്ട് ഷിയ വിഭാഗവുമായി ഞങ്ങൾ തെറ്റലിലാണ്, പക്ഷേ മനുഷ്യത്വപരമായിട്ട് ഞങ്ങൾ ഒന്നാണ്. ഞങ്ങളുടെ ചോരയാണ്, അതിവിടുത്തെ ഹിന്ദുക്കളും ഞങ്ങളുടെ ചോരയാണ്. പക്ഷെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങളെ ആ പ്രിയപ്പെട്ട സഹോദരനെ ഉടുക്കാൻ വേണ്ടി മുണ്ടുകൊണ്ടുവന്ന് പരിപൂർണ്ണ നഗ്നനാക്കിയിട്ട് ആ ജയിലിനകത്തിട്ടിരുന്നു, അടിച്ചൊടിച്ചിട്ട് തണുപ്പത്ത് ഒരു നാണം മറയ്ക്കാൻ ഒരു തുണി കൊടുക്കാതെ. നിങ്ങൾക്കറിയോ സഹോദരിമാരെ, ഇന്ന് UP നടക്കുന്ന എന്താണെന്നറിയോ? സഹോദരിമാരുള്ള വീടുകളിൽ കയറി ചെന്നിട്ട് സഹോദരിമാരും പ്രിയപ്പെട്ട മക്കളും കിടക്കുമ്പോൾ അവരുടെ റൂമിനകത്തേക്ക് കയറിയിട്ട് ഡിയർ ഗ്യാസ് പൊട്ടിച്ചു വിട്ടിട്ട് പുറത്തു നിന്ന് റൂം പൂട്ടിയിട്ട് പോകുന്നു വർഗീയവാദികളായ ഫാസിസ്റ്റുകൾ. ആ നിങ്ങളെ ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നാൽ തീർന്നോ? യതീം ഖാനകളിൽ കയറിയിട്ട് പാവപ്പെട്ട 10 വയസ്സും 8 വയസ്സും 9 വയസ്സുമുള്ള യതീം ഖാനകളിൽ ഹിഫ്ള് പഠിക്കുന്ന പാവപ്പെട്ട വാപ്പയും ഉമ്മയും
ഉമ്മയും മരിച്ചുപോയ പാവപ്പെട്ട പൊന്നുമക്കളെ പിടിച്ചുകൊണ്ടുപോയി യോഗി ആദിത്യനാഥിന്റെ പോലീസുകാരും അവിടുത്തെ വർഗീയവാദികളായ ഫാസിസ്റ്റുകളും പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്കിരയാക്കിയിട്ട് അവരുടെ മലദ്വാരങ്ങളിൽ നിന്ന് ചോര ചാലിട്ടൊഴുകുന്ന അവസ്ഥയിൽ കൊണ്ടുവന്ന് തള്ളിയില്ലേ? ആ നിങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കാൻ വന്നാൽ ഞങ്ങൾക്ക് നിങ്ങളെ സ്വീകരിക്കണമെന്നാണോ? ഒരിക്കലും അത് നടക്കൂല. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാണ്, നമുക്കൊരു ആദർശമുണ്ട്. ഞാൻ ആദർശത്തിന്റെ ഭാഗമാണ് ഹിന്ദുവിന് ആഹാരം കൊടുക്കുക, ക്രിസ്ത്യാനിക്ക് ആഹാരം കൊടുക്കുക. നിങ്ങൾ ഈ പ്രളയം വന്നപ്പോ കണ്ടില്ലേ? ക്രിസ്തീയ ചർച്ചിനകത്ത് മേശ വലിച്ചിട്ട് മിമ്പറാക്കി കൊടുത്തു ജുമഅ നടത്താൻ. ഈ നാട്ടില് നന്നായിട്ട് പ്രളയം ബാധിച്ച നാടാണല്ലോ, അപ്പൊ അറിയുമല്ലോ, ക്ഷേത്രത്തിനകത്ത് ബാങ്ക് വിളിച്ചു, പള്ളിയുടെ മെഹ്റാബിനകത്ത് ഹിന്ദു സഹോദരിമാർ അടുപ്പ് കൂട്ടിയിട്ട് ചായ ഇട്ടു. അതാണ് നമ്മുടെ കേരളത്തിന്റെ മതേതരത്വം, അതാണ് കേരളത്തിന്റെ സൗഹാർദ്ദം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സൗഹാർദ്ദവും അത് തന്നെയാണ്, പ്രത്യേകിച്ച് കേരളത്തിന്റെ സൗഹാർദ്ദം. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾ എന്നുള്ളതല്ല, ഇവിടുത്തെ മനുഷ്യരെ തല്ലിച്ചതയ്ക്കുന്ന മനുഷ്യത്വമില്ലാത്ത കാടത്വമുള്ള മൃഗീയത എന്ന് പറയാൻ കഴിയില്ല. കാരണം മൃഗങ്ങൾ പോലും ഇങ്ങനെ ചെയ്യാറില്ല. മൃഗങ്ങൾ പുള്ളി വള്ളിപ്പുലിയും പുള്ളിപ്പുലിയും കടുവകളും ഓടിച്ചിട്ട് മാൻപേടയെ പിടിക്കാറുണ്ട്. എന്തിനാണ്? അത് വർഗീയതയോടുകൂടിയല്ല, ഞാൻ പുലിയല്ലേ അത് മാനല്ലേ എന്ന ചിന്തയിലല്ല, തിന്നാൻ വേണ്ടിയിട്ടാണ്, വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ മൃഗങ്ങൾ പോലും ചെയ്യാത്ത കിരാതമായ പീഡനങ്ങൾ ഞങ്ങളുടെ സമുദായത്തിലെ പാവപ്പെട്ടവരെ അനുഭവിപ്പിക്കുമ്പോ ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കണമെന്നാണോ പറയുന്നത്? ഒരിക്കലുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവർ ഉണർത്തുകയാണ്, മുനാഫിഖീങ്ങളെ നമ്മൾ തിരിച്ചറിയുക. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, എന്റെ നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ ഒരിക്കലും സംരക്ഷകരാക്കരുത്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി അഞ്ചാമതൊരു ശത്രുവുണ്ട്, മറക്കരുത്. ശൈത്താനെയും നമ്മുടെ ശരീരയിച്ഛയെയും അസൂയക്കാരായ നമ്മുടെ സഹോദരങ്ങളെയും മാറ്റി വെച്ചിരിക്കുകയാണ് ഞാൻ തൽക്കാലത്തേക്ക്. ഈ സദസ്സ് പറയാൻ യോഗ്യമല്ലാത്തത് കൊണ്ട് രണ്ട് ശത്രുക്കളെ പറഞ്ഞു. ഒന്ന് മുനാഫിഖാൻ, അത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. അതിന്റെ ഒരു ഹോൾസെയിൽ ഡീലറാണ് AP അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന ആ നമ്മുടെ ദേശീയ മുസ്ലിം. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ വീട്ടിൽ വന്ന നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളി. ഞാനൊരു സ്ഥലത്ത് അദ്ദേഹത്തിനെ പറ്റി പ്രസംഗിച്ചു, ഒന്നിലല്ല ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പ്രസംഗിച്ചു. എന്താ കാര്യം എന്നറിയോ? നമ്മുടെ മുമ്പിൽ ഈ ചരൽക്കല്ലിലൂടെ നടന്നു പോകാൻ നല്ല ഒരു ഷൂ ഉണ്ടെങ്കിൽ പറ്റൂലേ? നമ്മൾ ഷൂ ഇല്ലാതെ വഴി നടന്നു പോയാൽ കാല് വേദനിക്കും. പക്ഷെ നല്ല ഷൂ ഉണ്ടെങ്കിൽ എന്താണ്? ഇതുവഴി നമുക്ക് പോകാം, കല്ലും മുള്ളും നിറഞ്ഞതിൽ പോകാം, കുപ്പിച്ചില്ലുകൾ ഉള്ളതിലും നടന്നു പോകാം. നല്ല ഷൂ ഉണ്ടെങ്കിൽ ഷൂ നമുക്ക് പ്രതിരോധമാണ്. പക്ഷേ ആ ഷൂവിനകത്ത് ഒരു ഈത്തപ്പഴത്തിന്റെ കുരു കടന്നാൽ നമുക്ക് നടക്കാൻ പറ്റുമോ? അത് നല്ല തറയാണെങ്കിൽ നടക്കാൻ പറ്റൂല. സമുദായത്തിന്റെ പുറത്ത് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമുക്ക് പ്രൊട്ടക്ഷൻ നോക്കി, നമുക്ക് സംരക്ഷണം കിട്ടുന്ന ഭാഗങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. പക്ഷേ കൂട്ടത്തിലൊന്ന് തലയ്ക്ക് സുഖമില്ലാതായി പോയാൽ അദ്ദേഹം നമ്മുടെ കൗമാണല്ലോ, ആയിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ബാധ്യത ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ആ ഭാഗം തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഞ്ചാമതായി അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച, നമ്മൾ വിശദീകരിക്കുന്നതിൽ രണ്ടാമത്തെ ശത്രു, നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ്. നാഴികയ്ക്ക് 40 വട്ടം നിങ്ങളുടെ മുമ്പിൽ യുദ്ധത്തിന് വരുന്ന ശത്രുവാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് നിങ്ങൾക്കറിയുമോ? ഈ വിഷയം നിങ്ങൾ ഗൗരവത്തോടെ കേൾക്കണേ മുസ്ലിം പെങ്ങളെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? നബി തങ്ങൾ പറയുന്ന ഹദീസുകൾ കേൾക്കുമ്പോ ഇപ്പോഴെങ്ങാനും റസൂലുള്ള പാർലമെന്റിന്റെ മുമ്പിൽ വന്നോ എന്ന് സംശയിച്ചു പോകും. ഇന്നെങ്ങാനും റസൂല് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വന്നോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. എന്താണ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതെന്നറിയോ? ഈ പറയുന്ന ഹദീസ് നല്ല വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണേ. ഓരോരുത്തർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിങ്ങൾക്ക് എനിക്ക് ശേഷം എനിക്ക് ശേഷം നിങ്ങൾക്ക് വരുന്നതാണ് 4 ദുരന്തങ്ങൾ. എന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാര് ശ്രദ്ധയോടെ കേട്ടോ, എന്റെ യുവാക്കൾ പ്രത്യേകം മനസ്സിലെത്തി ഒന്ന് ചിന്തിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്,
എനിക്ക് ശേഷം നിങ്ങൾക്ക് വരുന്നതാണ് 4 ദുരന്തങ്ങൾ, 4 കലാപങ്ങൾ, 4 യുദ്ധങ്ങൾ, 4 ഭീകരത, 4 ഭീകരമായ സംഭവങ്ങൾ വരുന്നതാണ്. ഒന്നാമത്തേത് ഏതെന്നറിയോ? യുസ്തഹല്ലു ഫീഹ ദിമാ. ഒന്നാമത്തേത് ആ കലാപം നിങ്ങൾക്ക് വന്നാൽ നിങ്ങളുടെ രക്തം ചിന്തപ്പെടുന്നതാണ്. നിങ്ങളുടെ രക്തം ചിന്തപ്പെടുന്ന കലാപമാണ്. എത്ര എണ്ണം വന്നു സഹോദരങ്ങളെ? എത്ര പേര് അവരുടെ രക്തം ചൊരിയപ്പെട്ടു? എത്ര പേര് ശരീരം രക്തസാക്ഷികളായി? എത്ര ആളുകളാണ് ചതച്ചരയ്ക്കപ്പെട്ടത്? എത്ര ആളുകളാണ് ചിന്നിച്ചിതറപ്പെട്ടത്? എത്ര കബന്ധങ്ങളാണ് കൊന്നുകൂടിയത്? എന്റെ പ്രിയമുള്ളവരെ, അറിയുമല്ലോ. രണ്ടാമതായി റസൂലുള്ള പറഞ്ഞ ദുരന്തമേതെന്നറിയോ? ശ്രദ്ധിക്ക്, ഞാനിത് പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും. സുബ്ഹാനല്ലാഹ്, 3 എണ്ണവും വന്നു ഉസ്താദേ, ഇനി ഒന്നല്ലേ വരാനുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കും. റസൂലുള്ള പറഞ്ഞ രണ്ടാമത്തെ ദുരന്തമേതെന്നറിയോ? യുസ്തഹല്ലു ഫീഹ ദിമാഉ വൽ അംവാൽ. നിങ്ങളുടെ ശരീരം പീസാക്കപ്പെടുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ രക്തം ചിന്തപ്പെടുമെന്ന് മാത്രമല്ല, വൽ അംവാലു, നിങ്ങളുടെ സ്വത്തും കൊള്ളയടിക്കപ്പെടുന്നതാണ്, നിങ്ങളുടെ സമ്പത്തും കൊള്ളയടിക്കപ്പെടുന്നതാണ്. എത്രയെത്ര കലാപങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ 1000-ഉം 2000-ഉം കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായത്. എത്ര ഭീകരമായ കലാപങ്ങളിലാണ് ഈ കേരളത്തിൽ തന്നെ നാദാപുരം ഭാഗങ്ങളിൽ എത്ര കോടികളുടെ സ്വത്താണ് നശിപ്പിക്കപ്പെട്ടത്. മാറാട് കലാപത്തില്, എന്തിന് ഗുജറാത്ത് കലാപത്തില്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര കലാപങ്ങളിലാണ് കോടികൾ നാശനഷ്ടം സംഭവിച്ചത്. മൂന്നാമത് റസൂലുള്ള പറഞ്ഞു, മൂന്നാമതൊരു ദുരിതം നിങ്ങൾക്ക് വരും. അതിൽ യുസ്തഹല്ലു ഫീഹ ദിമാഉ, നിങ്ങളുടെ രക്തം ചിന്തപ്പെടുമെന്ന് മാത്രമല്ല, വൽ അംവാലു, നിങ്ങളുടെ ധനം കൊള്ളയടിക്കപ്പെടുമെന്ന് മാത്രമല്ല, വൽ ഫുറൂജ്, നിങ്ങളുടെ ഭാര്യമാര് ബലാത്സംഗം ചെയ്യപ്പെടുന്നതാണ്. മൂന്നാമത്തെ കലാപം നിങ്ങൾക്ക് വന്നാൽ നിങ്ങളുടെ സഹോദരിമാര്, ഭാര്യമാര്, പെൺമക്കള്, ഉമ്മമാര് ബലാത്സംഗം ചെയ്യപ്പെടുന്ന കാലമാ. നിങ്ങൾക്കറിയോ, മോഡി ഭരിക്കുന്ന ഗുജറാത്തില്, മോഡിയുടെ നാട് ഗുജറാത്ത് ആയിരുന്നല്ലോ. അവിടെ ആഭ്യന്തരമന്ത്രി ആരായിരുന്നു അറിയുമല്ലോ? ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആരാ? നരേന്ദ്രമോദി ആയിരുന്നു. അവിടെ ആഭ്യന്തരമന്ത്രി ആരാ? അമിത്ഷാ ആയിരുന്നു. നിങ്ങൾ ആലോചിക്കണേ സഹോദരങ്ങളെ, ആ സമയത്താണ് ഗുജറാത്ത് കലാപം നടന്നത്. ഒരു വീട്ടിലേക്ക് കടന്നു വന്നു, കാവി ധരിച്ചവരും കാക്കി ധരിച്ചവരും വന്നു. എന്നിട്ടെന്താ വിളിച്ചു പറഞ്ഞു, അകത്താളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അതിനകത്ത് പൂർണ്ണ ഗർഭിണിയായ ഒരു സഹോദരിയുണ്ട്. ആ സഹോദരിക്ക് പ്രസവിക്കാൻ ഇനി മണിക്കൂറുകൾ ബാക്കിയാണ്. കലാപം നടക്കുന്നത് കൊണ്ട് പുറത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വാഹനങ്ങൾ കിട്ടുന്നില്ല. വീടിനകത്ത് പ്രസവിക്കപ്പെട്ടു പോകുമെന്നുള്ള സങ്കടത്തിലിരിക്കുന്ന പാവപ്പെട്ട പൂർണ്ണ ഗർഭിണിയായ, മണിക്കൂറുകൾ മാത്രം പ്രസവിക്കാൻ ബാക്കി നിൽക്കുന്ന സഹോദരി ഉണ്ടല്ലോ, അതിനകത്ത് മാൻപേട വിറയ്ക്കുന്നത് പോലെ വിറച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ ആരുമില്ല. പക്ഷേ ചവിട്ടി തുറന്നിട്ട് അകത്ത് കയറിയില്ലേ? ആ സഹോദരി ഗർഭിണിയാണ്, പ്രസവിക്കാനും മണിക്കൂറുകൾ ബാക്കിയാണ്. ആ സഹോദരി ഇറങ്ങി ഓടുകയാണ്. ഓടുന്നതിന്റെ പിന്നാലെ പോയിട്ട് എന്താ ചെയ്തത്? പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു മാറി മാറി ബലാത്സംഗം ചെയ്തില്ലേ? മണിക്കൂറുകൾ മാത്രം പ്രസവിക്കാൻ ബാക്കി നിൽക്കുന്ന ഒരു പെണ്ണിന്റെ ദുരനുഭവമാണ്. പാതി പ്രസവിക്കപ്പെട്ട നിലയിൽ പിറ്റേ ദിവസം വെള്ളിയാഴ്ച അഹമ്മദാബാദ് പള്ളിയുടെ മുമ്പിൽ പാതി പ്രസവിക്കപ്പെട്ട നിലയിൽ ആ സഹോദരി ഓടയില് പ്രസവിച്ച് കിടക്കുകയാണ്. ഈ ദുരന്തം നിങ്ങളുടെ വീട്ടിലാണ് വന്നതെങ്കിലോ, എന്റെ വീട്ടിലാണ് വന്നതെങ്കിലോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഭാര്യമാര്, സഹോദരിമാര്, പെൺമക്കള്, ഉമ്മമാര് ഇപ്പോഴും ഉത്തരേന്ത്യയിലെ ബലാത്സംഗത്തിനിരയാവുകയാ. ഇനി എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? ഇവിടെ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമമാണ്. ചെറുപ്പക്കാരെ, കരുതിയിരുന്നോ? ചോരത്തിളപ്പിന്റെ സമയമാണ് സഹോദര. എനിക്കും നിങ്ങൾക്കും നന്നായിട്ട് ചോര തിളയ്ക്കുന്ന സമയമാണ്. ഒന്ന് തുടങ്ങാൻ മാത്രമേ ബാക്കിയുള്ളൂ. ഇനി അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിടിച്ചു നിർത്താൻ കഴിയൂല. അങ്ങനെ ഒരു കലാപം ഉണ്ടാക്കാൻ RSSകാർ ശ്രമിക്കുകയാണ്. നിങ്ങളെ തെരുവിലിറക്കിയിട്ട് കലാപം
ഉണ്ടാക്കാൻ BJP ശ്രമിക്കുകയാണ്. ഇതാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ എന്റെ യുവസമൂഹമേ ജാഗ്രത, യുവസമൂഹമേ ജാഗ്രത. തൊട്ടാൽ പൊള്ളുന്ന സമയമാണ്. ഒന്ന് ഉരച്ചിട്ടാൽ ആളിപ്പടരുന്ന അഗ്നിജ്വാലയായി മാറാൻ കഴിയത്തക്കവണ്ണം ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് വളരെ സൂക്ഷ്മതയോടുള്ള നേതൃത്വം പറയുന്നതനുസരിച്ചുകൊണ്ട്, ഉലമാക്കൾ പറയുന്നതനുസരിച്ചുകൊണ്ട്, നോമ്പ് പിടിച്ച് നിസ്കരിച്ച് ദുആ ചെയ്തുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതം നമ്മളെ നയിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ മൂന്നാമത്തേതാണ് പറഞ്ഞത്, സമ്പത്ത് കൊള്ളയടിക്കപ്പെടും, രക്തം ചിന്തപ്പെടും, ഭാര്യമാര് ബലാത്സംഗം ചെയ്യപ്പെടും. എന്നാൽ നാലാമതൊരു ദുരന്തം നിങ്ങൾക്ക് വരാനുണ്ട്. ആ ദുരന്തം ഏതെന്നറിയോ? റസൂലുള്ള പറയുകയാണ്, ഒന്നാമത്തേത് രക്തം ചിന്തപ്പെടുക മാത്രമാണ്. രണ്ടാമത്തേത് രക്തം ചിന്തപ്പെടുന്നതോടൊപ്പം സമ്പത്ത് കൊള്ളയടിക്കപ്പെടും. മൂന്നാമത്തേത് അത് രണ്ടിനോടൊപ്പം ഭാര്യമാര് ബലാത്സംഗം ചെയ്യപ്പെടും. ഇനി നാലാമതൊന്ന് നിങ്ങൾക്ക് വരാനുണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ. അത് മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഇനി വരാനുള്ളത്. അതേതാണ്? റസൂലുള്ള പറഞ്ഞു, അത് കണ്ണും കാതുമില്ലാത്തതാ. അത് കണ്ണും കാതുമില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ വിവരണാതീതമാണ്, അചിന്തനീയമാണ്, അവാച്യമാണ്, അനിർവചനീയമാണ്, അവർണ്ണനീയമാണ്. അതാർക്കും പറയാൻ പറ്റൂല. എന്താ സംഭവിക്കുക, എന്തൊക്കെയാ നടക്കുന്നതെന്ന് പറയാൻ പറ്റൂല. അത് മാത്രമായി നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ നമ്മൾ സങ്കടപ്പെടേണ്ട, നമ്മൾ വിഷമിക്കണ്ട. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, ഒറ്റ വഴി നിങ്ങൾക്കൊണ്ട് രക്ഷപ്പെടാൻ. ആ വഴി ഞാൻ പറയാം. SMT കോളനിയിൽ ഒരുമിച്ച് കൂടിയ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ആ പരിഹാര മാർഗം പറയാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നാളെയാക്കരുത്, ഇന്നത്തെ രാത്രി മുതൽ ആ പരിഹാരം നിങ്ങൾ നേടിയിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവർക്കും കഴിയുന്നതാണ്, എല്ലാവർക്കും കഴിയുന്നതാണ്. പരമാവധി നിങ്ങൾ ഇത് പാസ് ചെയ്തു കൊടുക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് പറഞ്ഞത്, ലാ തൻജു മിൻഹാ, നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല. നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല. ഏതിൽ നിന്ന്? ആദ്യം പറഞ്ഞ 3 ദുരന്തങ്ങൾ നമുക്ക് വന്നു. എപ്പോഴാ വരുമെന്ന്? എന്റെ കാലശേഷമാണ് നിങ്ങൾക്ക് വരുന്നത്, റസൂലുള്ളാഹിന്റെ കാലമല്ല. അതൊക്കെ കഴിഞ്ഞില്ലേ? അപ്പൊ ഇനി വരാനുള്ള 4 കാര്യങ്ങളിൽ 3 വന്നില്ലേ? 3 വന്നില്ലേ? ഞാൻ അനുഭവങ്ങൾ, അതിന്റെ തെളിവുകൾ നിരത്തി പറഞ്ഞില്ലേ? എന്നാൽ ഇനി 4മതൊന്ന് വരാനുണ്ട്. അത് കണ്ണും കാതുമില്ലാത്ത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സംഭവിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഫലാ തൻജു മിൻഹു, അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂല. ഒരൊറ്റ വഴി കൊണ്ടല്ലാതെ, ഒരൊറ്റ വഴി കൊണ്ടല്ലാതെ. ആ വഴി അവലംബിക്കാൻ എന്റെ സഹോദരിമാരോട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അത് നാളെയാക്കരുത്, ഇന്ന് മുതൽ. തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ് പിടിക്കാൻ ഒരു ദിവസം നമ്മൾ പട്ടിണി കിടക്കണം. നമ്മൾ പട്ടിണി കിടക്കണം. ഒരാളും അതിൽ നിന്ന് ഒഴിവാകരുത്. നമുക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, പള്ളിക്ക് വേണ്ടിയിട്ടല്ല. അതൊക്കെ നമ്മൾ ക്ഷമിച്ചവരാ. നമ്മളെപ്പോഴും വർഗീയവാദികളെന്ന് വിളിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ വിഷയത്തിൽ നിന്ന് മാറി പോകുന്നില്ല. ഓർമ്മയുണ്ട്, ഒരു കാര്യം ഞാൻ പറയാം. ആ കാര്യത്തിനോട് ബന്ധപ്പെട്ട ഞാൻ ഈ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കാൻ വേണ്ടി, പള്ളിക്ക് വേണ്ടിയിട്ടല്ല, നോമ്പ് പിടിക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്കിവിടെ താമസിക്കാൻ വേണ്ടി, നമ്മുടെ അതിജീവനത്തിന്റെ മാർഗത്തിനു വേണ്ടി, നമ്മുടെ ഈ രാജ്യത്ത് താമസിക്കാൻ വേണ്ടി കിട്ടാൻ, നമ്മൾ ദ്വാരക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ഈ നോമ്പ് പിടിക്കാൻ വേണ്ടി പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ താമസിക്കാൻ വേണ്ടിയാണ്. പറന്ന നാട്ടിൽ താമസിക്കാൻ. എന്താണ് NRC എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അള്ളാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തിയത്, നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല. ഒറ്റ വഴി, ഒറ്റ വഴി. ശ്രദ്ധിച്ച് കേട്ടോ, ആ വഴി വേറൊന്നുമില്ല. വലാ തൻജു മിൻഹാ, നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഇല്ലാ ബിദുആഇൻ കദുആഇൽ ഗർഖി ഫിൽ ബഹർ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങളുടെ ദുആ കൊണ്ടല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂല. ഏത് ദുആ? ഈ പ്രസംഗം കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന ദുആ അല്ല. നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആരക്കുമല്ലോ, അതല്ല. 5 നേരത്തെ നമസ്കാരത്തിന്റെ പിന്നിൽ ദിറക്കുന്ന ദുആ, അതുമല്ല. ഇൽമിന്റെ, ദിക്റിന്റെ, സ്വലാത്തിന്റെ മജ്ലിസിൽ നടക്കുന്ന ദുആ സമ്മേളനത്തിന്റെ ദുആ അല്ല. ആ ICUവിൽ കിടക്കുന്ന മകനും ഭാര്യയ്ക്കും ബാപ്പയ്ക്കും ഉമ്മയ്ക്കും മകൾക്കും വേണ്ടി ദുആരക്കുന്ന പുറത്തു നിൽക്കുന്നവന്റെ ദുആ അല്ല.
മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുള്ള ദുആ അതുമല്ല. നിങ്ങൾ ഏതുപോലെ ദുആ ചെയ്യണം? കടലിൽ വീണുപോയവൻ ഇരക്കുന്നത് പോലെ നിങ്ങൾ ഇരക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. നടുകടലിൽ വീണു പോകുന്നവന്റെ ദുആ എന്താണ്? ദുആ വേറെ ഒന്നിനെ പറ്റിയും ചിന്തയില്ല, വേറെ ഒരു കാര്യവും അവന്റെ മനസ്സിലില്ല. അവനൊറ്റ നിർബന്ധം, പടച്ചവനെ നീ രക്ഷപ്പെടുത്തണം, അടുത്ത തിരമാലയിൽ എന്നെ കരയിലെപ്പിക്കണം, അല്ലാതെ എനിക്ക് നിർവാഹമില്ല, നീ രക്ഷപ്പെടുത്തിയേ മതിയാവൂ, വേറെ ആരും എന്നെ ഇവിടെ രക്ഷപ്പെടുത്താൻ വരൂല എന്ന അർത്ഥത്തിലുള്ള നിഷ്കളങ്കമായ ദുആ. അതുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി മുതൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു 10 മിനിറ്റ് നിങ്ങൾ അലാറം വെച്ചിട്ട് നിങ്ങൾ എഴുന്നേറ്റ് ഒന്ന് ശുദ്ധിയായി ഒളുവ് ചെയ്ത് നിങ്ങൾ 2 കൈകൾ അല്ലാഹുവിലേക്ക് ഉയർത്തിയിട്ട്, ഭാര്യ കാണരുത്, ഭർത്താവ് കാണരുത്, മക്കള് കാണരുത്, മാതാപിതാക്കള് കാണരുത്, ഒറ്റയ്ക്ക് പൊട്ടിക്കരഞ്ഞ് അതിജീവനത്തിനു വേണ്ടി 22-ാം തീയതി വരുന്ന സുപ്രീം കോർട്ടിന്റെ ആ വിധിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായി ദുആരക്കണം. ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾ പറയും, ഇത്രയും പേടിയുള്ള ആളുകളാണോ ഇങ്ങനെയൊക്കെ ധീരമായിട്ട് ഞങ്ങളിപ്പോ കാണിച്ചു തരാം ആസാദി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതെന്ന്. ഒന്നുകൂടി ഞങ്ങൾ പറയാണ്, ഞങ്ങൾക്ക് വേറെ മാർഗങ്ങൾ അറിയാത്തത് കൊണ്ടല്ല. ഞങ്ങൾ ഏത് ഫംഗ്ഷനും മട്ടനും ബീഫും മാത്രം കഴിച്ച് പഴക്കവും തഴക്കവും ഉള്ളവരാണ്. വെണ്ടക്കയും അമരക്കയും കത്തിരിക്കയും പച്ചമുളകും തിന്ന് പരിചയം ഞങ്ങൾക്ക് കുറവാണ്. ഞങ്ങൾക്ക് മട്ടനും ബീഫും കഴിച്ച പാരമ്പര്യമുള്ളവരാണ്. ഞങ്ങൾ ഈ സമയത്തങ്ങ് വീണു മരിച്ചുപോയാൽ, ഏതെങ്കിലും ഒരു പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ടുവന്ന് അടക്കിയാൽ, മണ്ണിട്ട് മൂടിയിട്ട് ആളുകൾ പിരിഞ്ഞു പോയാൽ, എന്റെയും നിങ്ങളുടെയും ഖബർ റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ തോപ്പെന്ന് വിശ്വസിക്കുന്നവരാ ഞങ്ങൾ. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പോക്കറ്റിൽ കിടക്കുന്ന ഒരു 500 രൂപയുടെ നോട്ട് വേണ്ട, ഒരു 10 രൂപയുടെ നോട്ട് ഈ പ്രസംഗം കഴിഞ്ഞ് മടങ്ങി പോകുന്ന സമയത്ത് ഒരാൾ പിടിച്ചു പറിക്കാൻ വന്നു. ഏതോ ഒരു കൊള്ളക്കാരൻ, ഒരു കള്ളൻ 10 രൂപയുടെ നോട്ട് പിടിച്ചു പറിക്കാൻ വന്നു. ആ നോട്ട് പിടിച്ചു പറിക്കുമ്പോൾ നമ്മളത് പ്രതിരോധിച്ചുകൊണ്ട് 10 രൂപ നമ്മൾ ചേർത്ത് പിടിച്ചു. ആ സമയത്ത് അവൻ നമ്മളെ തലക്കടിച്ചിട്ട് 10 രൂപ എടുത്തുകൊണ്ടുപോയി. നമ്മൾ 10 രൂപയുടെ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ മരിച്ചാൽ അവന് രക്തസാക്ഷിയുടെ കൂലി ഉണ്ടെന്ന് ഞങ്ങളുടെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചത് 10 രൂപയ്ക്ക് മരിച്ചാൽ ഞങ്ങൾക്ക് ഷഹീദിന്റെ കൂലി ഉണ്ടെങ്കിൽ, ഞങ്ങളുടെ സ്വത്തുക്കൾക്ക്, ഞങ്ങളുടെ സമ്പത്തുകൾക്ക്, ഞങ്ങളുടെ നാടിന്, ഞങ്ങളുടെ വീടിന്, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ദൈവത്തിലെ ഉലമാക്കള് ഭാര്യയും കുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ പോലെ, മഹാനായ അബുൽ കലാം ആസാദിനെ പോലെ രാജ്യത്തിന് വേണ്ടിയിട്ട് മരണപ്പെട്ട ഞങ്ങളുടെ മുന്നോറുകളായ മുസ്ലിം സഹോദരങ്ങൾ, ആ മുസ്ലിം സഹോദരങ്ങൾ മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയെ പോലെ അങ്ങനെയുള്ള മഹാരഥന്മാരെ രക്തസാക്ഷിത്വം വരിച്ചത് അവര് ഇസ്ലാമിന് വേണ്ടിയിട്ടല്ല മരിച്ചത്, രാജ്യത്തിന് വേണ്ടിയാ മരിച്ചത്. ആ മരിച്ച അവർക്ക് ഇന്നും നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയത്തക്കവണ്ണോ അവർക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുത്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നവരാ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മരിക്കാൻ പേടിയില്ല, ഞങ്ങൾക്ക് മരിക്കാൻ ഒരു പേടിയുമില്ല, ഞങ്ങൾ മരിക്കില്ല. ഈ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾക്ക് അതിൽ കൃതാർത്ഥരാണ്. പക്ഷേ ഞങ്ങൾ മരിക്കേണ്ടി വന്നാൽ കൂടെ നിങ്ങളും മരിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു കലാപം നമ്മുടെ രാജ്യത്ത് വേണ്ട. ഞങ്ങളുടെ ഗാന്ധിജിയും, ഞങ്ങളുടെ ഭഗത് സിംഗും, ഞങ്ങളുടെ അബുൽ കലാം ആസാദും, ഞങ്ങളുടെ മൗലാന മുഹമ്മദ് അലിയും, ഞങ്ങളുടെ ഷൗക്കത്ത് അലിയും, ഞങ്ങളുടെ ഓരോ മുൻഗാമികളായ ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും മതമുള്ളവരിലും ഇല്ലാത്തവരിലുമുള്ള നമ്മുടെ നേതാക്കന്മാര് ആഗ്രഹിച്ചത് ഈ രാജ്യത്തിന്റെ നന്മയാണ്. അന്നും നിങ്ങൾ ഷൂനക്കിയിട്ട് നിങ്ങൾ ഓരോരുത്തരും ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുക ചെയ്തത്. പക്ഷെ ഞങ്ങളുടെ മുൻഗാമികൾ വെള്ള പട്ടികളോട് പോരാടിയിട്ട്, വെള്ളക്കാരോട് പോരാടിയിട്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെങ്കിൽ, ഇന്നത്തെ കൊള്ളക്കാരായ മോഡിയോടും ഈ അമിത്ഷായോടും പോരാടിയിട്ട് ഞങ്ങൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ 2ാം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവരാ. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ആ സമര വീര്യത്തിന്റെ വിജയത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ദുആരക്കാനും നോമ്പൊടിക്കാനും പറയുന്നത്. അല്ലാതെ ഒരിക്കലും പേടിച്ചിട്ടല്ല. ആർക്കാ പേടിയുള്ളത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണനല്ലൂരിനടുത്തൊരു സ്ഥലത്ത് കൊല്ലത്ത് ഞാൻ പ്രസംഗിക്കുമ്പോ അവര് പ്രസംഗം കഴിഞ്ഞ് പോകാൻ നേരത്ത് പറഞ്ഞു, ഉസ്താദേ ഇത്രയും നിങ്ങൾ തുറന്നു പറഞ്ഞിട്ട് ഇതുവഴി പോകണ്ട, RSSകാരുടെ ഏരിയയാണ്,
നിങ്ങൾ ഇതുവഴി പൊക്കോളാൻ പറഞ്ഞു. അവര് പറയുന്നത് ധിക്കരിച്ചുകൊണ്ട് അതുവഴി പോകാൻ ഞങ്ങൾ ആളായില്ല, ഞങ്ങൾ ഇതുവഴി തന്നെ പോയി. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാടിന്റെ നാനാഭാഗങ്ങളിലും നമ്മളിത് പച്ചയ്ക്ക് പറഞ്ഞിട്ട് ഞാനും എന്റെ കൂടെയുള്ള സഹോദരനും ഒറ്റയ്ക്കാ പോകുന്നത്. മരിക്കാൻ ഒരു പേടിയില്ല. എന്റെ നമ്പർ വണ്ടിയുടെ KL 16U1010 എന്റെ വണ്ടിയുടെ നമ്പർ. ഏത് RSS വാറിനോ കുറിച്ച് വെച്ചു, അതിലൊന്നും ഒരു പ്രശ്നമില്ല, മരിക്കാൻ ഒരു പേടിയില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജ്യത്തിന്റെ ഭരണഘടന, ഇവിടെ ഞാൻ മരിച്ചാലും നിങ്ങൾ മരിച്ചാലും ഇവിടെ ഇനി ആളുകൾ ഉയർത്തെഴുന്നേൽക്കും. കപിൽ സിബൽ കോഴിക്കോട് പ്രസംഗിക്കാൻ കോൺഗ്രസിന്റെ പരിപാടിയിൽ എത്ര മനോഹരമായ കാഴ്ച ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് എനിക്ക് കാണിച്ചു തന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇരിക്കുന്നതിന്റെ തൊട്ടടുത്ത് മഹാനായ സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇരിക്കുന്നു. എത്ര മനോഹരമായ കാഴ്ച. ഹൈദരലി ശിഹാബ് തങ്ങൾ കപിൽ സിബൽ പ്രസംഗിച്ചു. ഇപ്പോ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ വെറുതെ നെറ്റ് ഓണാക്കുമ്പോൾ കാണുന്നത് കപിൽ സിബലിന്റെ പ്രസംഗമാണ്. കപിൽ സിബൽ പറഞ്ഞത്, കപിൽ സിബൽ ദിനോസർ എന്ന് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്നത് കേട്ടുപോയതാ. കാരണം രാജ്യസഭയിലെ ബില്ലുമായിട്ട് ചെന്നപ്പോ കപിൽ സിബൽ പറഞ്ഞത്, രാജ്യം 2 ദിനോസറുകൾ വാഴുന്ന ജൂറാസിക് റിപ്പബ്ലിക് അല്ല, മറിച്ച് ഇത് ഡെമോക്രാറ്റിക്കൽ റിപ്പബ്ലിക് ആണ് എന്ന് പരിചയപ്പെടുത്തിയ തന്റെ ഇടമുള്ള കപിൽ സിബൽ. ആ കപിൽ സിബൽ ഇപ്പൊ കോഴിക്കോട് പ്രസംഗിച്ച വാക്ക് ഞാൻ നിങ്ങളോട് പറയാണ്. ദിനോസറുകൾക്ക് വംശനാശം നശിച്ചു, വംശനാശം നേരിടേണ്ടി വന്നു, അവര് നശിച്ചുപോയി. ദിനോസറുകളില്ല. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ്, അല്ല അതെ, മൊത്തത്തിൽ ഏറ്റവും വലിയ ജീവിയായി അറിയപ്പെടുന്ന ആനയെ പോലെ, കടലിലെ ജീവിയായ നീലത്തിമിംഗലത്തെ പോലെ ദിനോസറുകൾ ഏറ്റവും വലിയ ജീവിയായി അവരോധിക്കപ്പെട്ടിരുന്ന, എല്ലാവരും പേടിച്ചിരുന്ന ഒരു ജീവിയാണ്. പക്ഷേ അതിന് വംശനാശം സംഭവിച്ചു പോയി എന്നതുപോലെ ഈ ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചിരിക്കാനെന്ന് പറഞ്ഞു. ശരിയല്ലേ? കുറ്റിയാടിയിലും നരിക്കുനിയിലും വളഞ്ഞ വഴിയിൽ എന്താ സംഭവിച്ചത്? 6 മണിക്ക് യോഗം എല്ലാവരെയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കെട്ടുകണക്കിന് കള്ളക്കഥകളുമായിട്ട് കൂലിപ്രഭാഷകന്മാര് വന്നു. ആ സമയത്ത് 6 മണിക്ക് പ്രസംഗം തുടങ്ങുമെന്ന് പറഞ്ഞു. 4 മണിയായപ്പോഴേ എല്ലാ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കടകളും അടച്ചു, ഓട്ടോറിക്ഷ ഒതുക്കി നിർത്തി, അവര് വീട്ടിൽ പോയി സന്തോഷത്തോടെ കിടന്നു. എല്ലാരും നേരത്തെ ഭാര്യമാര് ദ്വാരെന്ന് പടച്ചോനെ, എല്ലാ ദിവസവും BJP സമ്മേളനം ഉണ്ടാവണേ തമ്പുരാനെ, ഇന്നെങ്കിലും ഭർത്താവിനെ നേരത്തെ വീട്ടിൽ കിട്ടുമല്ലോ. അങ്ങനെ ദ്വാരുന്നു. ഭാര്യമാരൊക്കെ ദ്വാ ചെയ്തു, പടച്ചോനെ എന്നും BJP അബ്ദുള്ള കുട്ടിയുടെയും BJP സമ്മേളനം ഉണ്ടാവണം തമ്പുരാനെ. അങ്ങനെ എല്ലാരും നേരത്തെ വീട്ടിൽ പോയി. അവസാനം ദേഷ്യം വന്നു. സ്റ്റേജിൽ കയറി ഇങ്ങനെ ഇരിക്കുന്ന ആള് പറഞ്ഞു, ഇവിടെ എന്തിനായിരിക്കും, നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിലോട്ട് പിടിച്ചിരുത്തിയിട്ട് 5 പേരുടെ മുമ്പിൽ സദസ്സിരിക്കുന്ന ആളുകൾ പ്രസംഗിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, പട്ടികളെ ധൈര്യം ഉണ്ടെങ്കിൽ വാടാന്ന് പറഞ്ഞു. പിറ്റേന്ന് പത്രത്തിൽ നമ്മൾ കണ്ടത്, പിറ്റേന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടത്, ഒരു BJPയുടെ സ്റ്റേജിനകത്ത് ഒരു പട്ടി കയറി കിടക്കുന്നു. കാരണം പട്ടിയെ വിളിച്ചപ്പോ ആ പട്ടി വന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അവസാനം ഇപ്പൊ എന്താ അറിയാൻ കഴിഞ്ഞത്? ശരിയാണോ എന്ന് എനിക്കറിയില്ല, അറിയാത്ത കാര്യം നമ്മൾ പറയുന്നില്ല. ഇപ്പൊ ഏറ്റവും ഒടുവിൽ സംഭവിച്ചു എന്ന് പറയുന്നത്, കട അടപ്പിച്ചവർക്കെതിരെ കേസെടുക്കുന്നു എന്നാ പറയുന്നത്. നമുക്ക് ഓർമ്മയുണ്ട്, അങ്ങനെയൊക്കെ സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ പോട്ടെ, ഞാൻ ആ ഭാഗങ്ങളിലേക്ക് ഞാനിപ്പോ രാഷ്ട്രീയമായി ഒന്നും പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ അത് പരസ്പരം നമ്മൾ തമ്മിൽ തന്നെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമമായിരിക്കും. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പോ ബാങ്കിന്റെ വിഷയം വളരെ വിവാദമാണ്. നമ്മുടെ സ്നേഹമുള്ള നേതാക്കന്മാരോട് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളത് ചർച്ച ചെയ്യരുത്. ബാങ്ക് വിളി ഏകീകരിക്കണം. ആര് പറഞ്ഞോട്ടെ, അവരത് പറയട്ടെ. ഇപ്പൊ അത് നമുക്ക് കേൾക്കാനുള്ള സമയമല്ല. എന്തുകൊണ്ടാണ് ഇത് ആരാ ചെയ്യിപ്പിക്കുന്നതെന്നറിയോ? ഒരു ദിവസം ട്രെയിനിൽ ഒരു കർഷകൻ ഇരിക്കുന്നതിന്റെ നേരെ മുന്നിലത്തെ സീറ്റിൽ ഒരു വില്ലേജ് ഓഫീസറും കയറി. ഒരു കഥയല്ല, ഒരു നടന്ന സംഭവം, ഒരു അനുഭവ കുറിപ്പാണ്. എന്താണെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചോളി. ഈ വില്ലേജ് ഓഫീസർ ഇരിക്കുന്നതിന്റെ നേരെ ഫ്രണ്ടില് ഒരു കർഷകനാണ്. കാണുമ്പോ തന്നെ അറിയാം വൃത്തികെട്ട കോലമാണ് ഈ കർഷകൻ ഇരിക്കാൻ. അപ്പൊ അയാളുടെ കയ്യിൽ ഒരു സഞ്ചിയുണ്ട്. അപ്പൊ ഈ സഞ്ചി കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇയാൾ ഇതിനകത്ത് കയറിയത്. അപ്പൊ ഈ കൃഷി ഓഫീസർ ഇങ്ങനെ നോക്കുമ്പോൾ ഇയാൾ പെട്ടെന്ന് ഇങ്ങനെ സഞ്ചി തറയെന്നെടുത്തിട്ട് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് അയാൾ എന്ത് ചെയ്യുന്നു, ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് കുലുക്കിയിട്ട് വീണ്ടും ആ സഞ്ചി
സഞ്ചി 2 കാൽമുട്ടിനിടയിലോട്ട് ചേർത്ത് വെച്ച് ഇങ്ങനെ കുറെ നേരം മിണ്ടാതിരിക്കും. വളരെ സാധുവാണ്. കുറെ നേരം കഴിഞ്ഞപ്പോ വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ വീണ്ടും എടുത്തു, ഇങ്ങനെ ഒന്ന് കുലുക്കി വീണ്ടും കാലിന്റെ മുട്ടുകളുടെ ഇടയിൽ വെച്ചു. ഈ വില്ലേജ് ഓഫീസർ ചോദിച്ചു, അല്ല നിങ്ങൾ ആരാ? അവൻ പറഞ്ഞു, ഞാനൊരു പാവപ്പെട്ട കൃഷിക്കാരനാണ്. എന്താ നിങ്ങളുടെ കൃഷി, നിങ്ങളുടെ ജോലി എന്താ? ഓ, എന്റെ നാട്ടിലെ വയലേലകളിലും വയലിലും നെൽപ്പാടങ്ങളിലും ഒക്കെ ഇറങ്ങിയിട്ട് പെരിച്ചാഴി പിടിക്കലാ ജോലി. അപ്പൊ തൊരപ്പനലിയെ പിടിക്കലാണ് എന്റെ ജോലി. അങ്ങനെ ഞാൻ കിട്ടുന്ന തൊരപ്പനലിയൊക്കെ ഓടിച്ചിട്ട് പിടിക്കും. എന്റെ ജോലി അതാണ്. എന്നിട്ട് ഈ സഞ്ചിക്കകത്താക്കിയിട്ട് ഞാൻ ഉത്തരേന്ത്യയിൽ ഒരു സ്റ്റേറ്റ് പിന്നെ അവിടെ കൊണ്ട് കൊടുക്കും. ആ സ്റ്റേറ്റ് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അവിടെ കൊണ്ട് കൊടുക്കലാണ് എന്റെ ജോലി. അവിടെ കൊണ്ട് കൊടുക്കുമ്പോ എനിക്ക് നല്ല കാശ് കിട്ടും. ഞാൻ അതും വാങ്ങി തിരിച്ചു വരും. മക്കളും ഞാനുമായിട്ട് സന്തോഷത്തോടെ കഴിയും. ഇതിനിടയിൽ വീണ്ടും ഞാൻ വയലിലിറങ്ങും. ഈ തൊരപ്പനലിയെ പിടിക്കും. ഞാൻ സഞ്ചിക്കകത്താക്കി വീണ്ടും ടിക്കറ്റ് എടുക്കും. ഞാൻ കൊണ്ട് അവിടെ കൊടുക്കും. എന്തിനാ അവിടെ കൊടുക്കുന്നത്? അതൊരു റിസർച്ച് സെന്ററാണ്. അവിടുത്തെ പ്രത്യേകത, നിങ്ങൾക്കൊക്കെ രോഗം വന്നാൽ മരുന്ന് ഫലിക്കുമോ ഇല്ലയോ എന്ന് നോക്കുന്നത് ഈ തൊരപ്പനലിക്ക് കുത്തിവെച്ചുകൊണ്ടാണ്. നിങ്ങൾക്ക് അസുഖം മാറുമോ എന്നൊക്കെ നോക്കുന്നത് അതിൽ ടെസ്റ്റ് നടത്തുക. അതുകൊണ്ടാണല്ലോ എല്ലാം ടെസ്റ്റ് ആണല്ലോ. ഇത് കഴിച്ചു നോക്ക്, കുറവില്ലെങ്കിൽ വാ എന്നല്ലേ പറയുന്നത്. കാരണം എന്താ? ടെസ്റ്റാണ് മൊത്തത്തില്. അപ്പൊ അങ്ങനെ കൊണ്ടുപോവാൻ. അപ്പൊ ചോദിച്ചു, ഞാൻ അതല്ല ചോദിച്ചത്, നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് സഞ്ചി എടുത്തിട്ട് കുലുക്കുന്ന എന്തിനാന്ന് ചോദിച്ചു. അപ്പൊ അയാള് പറഞ്ഞത്, പ്ലാസ്റ്റിക് സഞ്ചിയല്ലേ, ഈ തൊരപ്പൻ എലിയല്ലേ, തുരന്നോണ്ട് പോണ എലിയാണ്. ഈ എലി ഇത് തുരന്നിട്ട് ചാടി രക്ഷപ്പെടും. പക്ഷെ അതിനെ ശാന്തമായി വിട്ടാലേ അതങ്ങനെ തുരന്നു പോകും. ഇതിനെ തമ്മിൽ ഇങ്ങനെ ഒരു പ്രാവശ്യം കൊണ്ട് കുലുക്കിയാൽ ഇത് ഒന്നൊന്നിന്റെ പുറത്ത് എന്ന് വീഴുമ്പോ തമ്മിൽ കടിപിടി കൂടിയിട്ട് ഈ തുരന്ന് രക്ഷപ്പെടുന്ന കാര്യം അത് മറന്നുപോകും. അതുകൊണ്ട് പരസ്പരം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വാശി കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കുലുക്കുന്നതാണ്. ഒന്നൊന്നിന്റെ പുറത്ത് വീഴുമ്പോ ഇതെല്ലാം അങ്ങ് മറന്നുപോകും. ഇത് ഉള്ള കാര്യം ഈ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ ഇങ്ങനൊരു വിവാദം വരുന്ന സമയത്ത് ആരോ ഒരാളെടുത്ത് ബാങ്കിന്റെ വിഷയം കൊടുത്തു. ചിലരെടുത്തിട്ട് എന്താ വേറെ ചില വിഷയങ്ങൾ ഇട്ട് കൊടുത്തു. അങ്ങനെ ഓരോ വിഷയങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോ നമ്മൾ ഈ NRC മറ്റു കാര്യങ്ങളും മറന്നുപോകും. അങ്ങനെ മറന്നു പോകുമ്പോ ഏതുപോലെ 18ഓളം വരുന്ന ഹർജികൾ ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങളെ തട്ടിയെറിഞ്ഞ് തരിപ്പണമാക്കിയ ഫാസിസ്റ്റുകൾക്കെതിരെ ക്രിമിനൽ കുറ്റമാണ് എന്ന് തെളിഞ്ഞിട്ടും ജിയോളജിക്കൽ എവിഡൻസ് മുഴുവനും അവിടെ രാമജന്മഭൂമി അല്ല എന്ന് തെളിഞ്ഞിട്ടും അവരെ ചെയ്തത് മുഴുവനും ക്രൂരമായ തെറ്റാണെന്ന് കോടതി പറഞ്ഞിട്ടും എല്ലാവരും വളരെ പ്രതീക്ഷയോടെ മാറി ചാനലുകൾ കണ്ടുകൊണ്ടിരുന്നു. എന്താ പറഞ്ഞത്? ഇത് ചെയ്തത് മഹാപാതകമാണ്. നമ്മൾ പറഞ്ഞു, ഇത്രയും വലിയ ജഡ്ജി എന്തൊരു ജഡ്ജിയാ. രണ്ടാമത് പറഞ്ഞു, ഇവിടെ രാമൻ ജനിച്ച ഭൂമിയല്ല എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു, നമുക്ക് ആർക്കാ സുപ്രീം കോടതിയിൽ സംശയമുള്ളത്? ഇത്രയും വലിയ ജഡ്ജിമാരെ നമുക്ക് ദൈവം തന്നതല്ലേ, എത്ര സന്തോഷമാണെന്നൊക്കെ പറഞ്ഞു. അവസാനം ഓരോന്ന് പറഞ്ഞു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പള്ളിയില്ല, പകരം നിങ്ങൾ ഇഷ്ടപ്പെടുന്നിടത്ത് 5 ഏക്കർ നിങ്ങൾക്ക് തന്നേക്കാം. ഇതാണ് പറഞ്ഞത് അല്ലേ?